ഹായ്. നമുക്ക് ഒരു വീഡിയോ റിയാക്ട് ചെയ്യാം. ഞാനിന്ന് ന്യൂസ് വെച്ചപ്പം കണ്ട ഒരു കാര്യമാണ് ഈ സാധനം. ഒരടിയാണ്, ഒരു മുട്ടനടിയാണ്. കണ്ടാൽ നമ്മൾ വിചാരിക്കും ശുദ്ധസർക്കവാ, എന്താണ് ഭയങ്കര സീരിയസ് കാര്യമാണ്. പക്ഷെ ഇതൊന്നും അല്ല സംഭവം. എന്താന്ന് വെച്ചാല് ഒരു കല്യാണത്തിൽ പോയി ആ കല്യാണം കൊളവാക്കിയ പരിപാടിയാണ് ഈ നടക്കുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പപ്പടം കിട്ടിയില്ല എന്നും പറഞ്ഞ് തിരുവനന്തപുരം ബാലരാമപുരമാണെന്ന് തോന്നുന്നു, അവിടെ നടക്കുന്ന അടിയാണ് കാണുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ അടി ഉണ്ടാക്കുന്നത്? നിസ്സാരമായ എവിടെയും കിട്ടാത്ത സാധനമാണെങ്കിലും ഓക്കെ, 10 രൂപയ്ക്ക് എല്ലാ കടയിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ കിടന്ന് ആ സാധനത്തിന് വേണ്ടിയാണ് അടി ഉണ്ടാക്കുന്നത്. എന്തൊക്കെ കോപ്പറായിട്ടാണ് കാണിക്കുന്നത്. ഈ അടി ഉണ്ടാക്കുന്നവര് ഒരിക്കലും ചിന്തിക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഒരു ഒരാളുടെ കല്യാണ ടൈമാണ്, അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നൊരു ടൈമാണ്. അപ്പം അവരുടെ കല്യാണം എത്രത്തോളം എന്താ പറയാ കൊളവാക്കാം, അങ്ങനെ എന്താ പറയുക, ഒരു ബോധമില്ലാത്ത കുറേ ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ നമുക്കിത് കാണുമ്പം സത്യത്തിൽ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ചിരിച്ച് ഞാൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു, ഈ ചെക്കൻ്റെ പെണ്ണിൻ്റെ ഒരു അവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണേ. എന്ത് കാര്യത്തിനാണ് ഈ അടി ഉണ്ടാക്കുന്നത്? വെറും പപ്പടത്തിന് വേണ്ടി അടി ഉണ്ടാക്കുന്നത്. 10 രൂപയ്ക്ക് കടയിൽ ചോദിച്ചാൽ കിട്ടുന്ന ഒരു സാധനമായി പപ്പടം. അതിന് വേണ്ടിയിട്ടാണ് ഈ കൂട്ടത്തല്ലും ബഹളവും ഈ എന്താ പറയുക വാറൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറേ പെണ്ണുങ്ങളും എല്ലാം കൂടെ വന്നിട്ട് ഇങ്ങനെ, ഇത് കുറച്ചുകൂടെ ബോധത്തോടെ ചിന്തിച്ചുകൂടെ? ഒരു കല്യാണ സ്ഥാനമല്ലേ, അല്ലെങ്കിൽ കല്യാണമല്ലേ, അവിടെ വന്നിട്ട് ഇങ്ങനെ കൂട്ടക്കൂടി തല്ലുണ്ടാക്കാനായിട്ട് എന്താ പറയുക, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? പപ്പടം കിട്ടിയില്ല, തികഞ്ഞില്ല, ഓക്കെ ഫൈൻ, വേറെ എന്തെങ്കിലും കൂട്ടി തിന്നാ പോരെ. ഈ പപ്പടം തന്നെ കിട്ടണം എന്താണ് ഇത്ര നിർബന്ധം? എനിക്കറിയാത്തോണ്ട് ചോദിക്കുവാണ്. ഇങ്ങനെ കുറെ ആൾക്കാർ ഓരോ സ്ഥലത്തെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിവിടാനായിട്ട് ഒരു സത്യത്തിൽ എങ്ങനെ എഴുതിയിടാതിരിക്കും? എങ്ങനെ എഴുതിയിടാതിരിക്കും? ഇതൊക്കെയല്ലേ ആൾക്കാർ കളിയാക്കിച്ചിരിക്കുന്ന രീതിയിലല്ലേ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്കൊരു നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും, അതും ഒത്തിരി ആൾക്കാർ പെണ്ണുങ്ങളൊക്കെ കസാര എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്റ്റൈലൊക്കെ ഒരുങ്ങി വരുന്നതാ. എല്ലാവരും ഭയങ്കര സ്റ്റൈലിലൊക്കെയാ. പക്ഷേ അത് പപ്പടത്തിന് അടിയാ കസാര എടുത്ത് എന്താ പപ്പടം എന്താ? അയ്യോ, ആലോചിക്കുമ്പോ തന്നെ എന്താ പറയാ, തൊലി ഇങ്ങനെ പുളിഞ്ഞു വീഴുക. എന്തായാലും ഇത്രയും സെൻസിബിലിറ്റി ഉള്ള കുറെ മനുഷ്യര് താമസിക്കുന്ന നമ്മുടെ കേരളത്തിലാണ് ഈ പപ്പടത്തിന് വേണ്ടി, ജിലേബിക്ക് വേണ്ടി ഒക്കെ അടി ഉണ്ടാക്കുന്നത്. സോ പ്രൗഡ് ഓഫ് യു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് കമന്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ, വരട്ടാ.